നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി കൂത്താട്ടുകുളം. പ്രതിപക്ഷ നേതാവ് VT സതീശനെതിരെ ആഞ്ഞടിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. VT സതീശൻ ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവ്. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള ഒരു മാന്യതയും മര്യാദയും സതീശനില്ല. ഈഴവരായ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് ചീത്ത പറയുന്ന ഈഴവ വിരോധിയാണ് സതീശൻ എന്നും ഗുരുധർമ്മം തന്നെ പഠിപ്പിക്കാൻ VT സതീശൻ വരണ്ട എന്നും അദ്ദേഹം പറഞ്ഞു. ചിലർ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ മതങ്ങൾക്ക് എതിരല്ല എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, കോതമംഗലം യൂണിയനുകളിലെ ശാഖകളുടെ ശാഖാ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സാമൂഹിക സാമ്പത്തിക സെൻസസ് വേണം, അത് പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തി. ദേവസ്വം സെക്രട്ടറി അരിയാക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകി. മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് AK അനിൽകുമാർ, കോതമംഗലം യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ, സെക്രട്ടറി PA സോമൻ, ബോർഡ് അംഗം സജീവ് പാറക്കൽ, കൂത്താട്ടുകുളം യൂണിയൻ പ്രസിഡന്റ് PG ഗോപിനാഥ്, സെക്രട്ടറി CP സത്യൻ, ഫാദർ റിജോ, യോഗം ഡയറക്ടർ, ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് N രമേശ്, പ്രമോദ് K തമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം യൂണിയൻ തല ഭാരവാഹികൾ, ശാഖാതല ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാത്തുകൊള്ളങ്ങ് കൈവിടാറിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് പുരാവിവൻ തോളിനിൻ പദം. പുതിയതായി ജനറൽ സെക്രട്ടറി അധികാരമേറ്റതിൽ ഉണ്ടായ ഗുരുദേവ ക്ഷേത്രങ്ങളുടെ പേരാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ആലപ്പുഴ, മൂവാറ്റുപുഴ നോർത്ത്, കടാതി, വാളകം, മൂവാറ്റുപുഴ സൗത്ത്, മണ്ണാത്തൂർ, പാമ്പാക്കുട, അഞ്ചൽപ്പട്ടി, കക്കാട്, കാലാമ്പൂര്, തൃക്കളത്തൂർ, ഏനാനല്ലൂർ, മഞ്ഞള്ളൂർ. യോഗം ഇന്ന് 30 വർഷക്കാലം മുമ്പ് ഇന്നത്തെ യോഗം നടത്തും അധികാരത്തിൽ വരുന്ന സമയത്തും അതിനു മുമ്പും ഈ മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം SNDP യോഗം എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷത്തിൻ്റെ
വേരും നമ്മുടെ സംഘടന എല്ലാമെല്ലാമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. നമ്മൾ സാധാരണ ശാഖായോഗങ്ങളിലോ അല്ലെങ്കിൽ യൂണിയൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരുടെ മീറ്റിങ്ങോ ശാഖായോഗം പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ മീറ്റിങ്ങോ വനിതാ സംഘത്തിൻ്റെ യൂത്ത് മൂവ്മെൻ്റിൻ്റെയൊക്കെ മീറ്റിങ്ങുകൾ വലിയ മീറ്റിങ്ങുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും SNDP യോഗത്തിൻ്റെ വിവിധ തലത്തിലുള്ള നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള മീറ്റിംഗ് ഇതുവരെ സംഘടിപ്പിക്കുക ഉണ്ടായിട്ടില്ല SNDP യോഗത്തിൻ്റെ ചരിത്രത്തിൽ. നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിന് കാരണം കേരളത്തിൽ എല്ലാ യൂണിയനിലും ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മളിവിടെ 3 യൂണിയനാണ് ഇവിടെ നമ്മൾ കൂടിയിട്ടുള്ളത്. എന്ത് അസത്യങ്ങൾ പറഞ്ഞാലും അതൊന്നും ജനഹൃദയങ്ങളിൽ ഏൽക്കുന്നില്ല എന്നുള്ള തെളിവാണ് കണ്ടത്. അതല്ലെങ്കിൽ ഇവരാരും വരേണ്ട കാര്യമില്ലല്ലോ. എത്ര രാവിലെ തന്നെ ഈ മഴയത്ത് ഇതെല്ലാം ഓടിക്കൂടില്ലേ. ഈ സത്യങ്ങൾ കാണാൻ നമ്മൾ തയ്യാറാണ്. SNDP യോഗത്തിന് ആരോടും വിരോധമില്ല. ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റുകൾ മതാധിപത്യത്തിന് കീഴടങ്ങരുത്. അത് SNDP യോഗത്തിൻ്റെ ഒരു അജണ്ടയാണ്. ജനാധിപത്യത്തിലാണ് അധികാരത്തിൽ വന്നവരാണ്. അവരാരും ഒരിക്കലും മതാധിപത്യത്തിന് അടിമകളാകുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, ന്യായമല്ല, ധർമ്മമല്ല, അത് അധർമ്മമാണ്. ഇതിനെതിരെ പോരാടാൻ SNDP യോഗം തയ്യാറാകണ്ടേ. എന്നും എവിടെ അനീതി ഉണ്ടായിട്ടുണ്ടോ, അവഗണന ഉണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടിയ സംഘടനയാണ് SNDP യോഗം. SNDP യോഗം ഇഴവർക്ക് വേണ്ടി മാത്രമല്ല പോരാടിയിട്ടുള്ളത്, അവശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ അവശത അനുഭവിക്കുന്ന ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ സംവരണത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്തത്. എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഞാൻ വരുന്നത് മലബാറിൽ നിന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ വളരെ കൃത്യമായിട്ട് തൻ്റെ സ്വജാതിയിൽപ്പെട്ട ആളുകളെ മുന്നിലേക്ക് ഉയർത്താൻ വേണ്ടുന്ന വളരെ വ്യക്തമായ കയ്യൊപ്പ് ഇട്ടുവച്ചിരിക്കുന്നത് മലബാറിലാണ്. അവിടെ 3 യോഗങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം, കണ്ണൂരിൽ ഭക്തി സംവർദ്ധനി യോഗം, തലശ്ശേരിയിൽ ജഗന്നാഥനായിട്ട് ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീ ജ്ഞാനോദയ യോഗം. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.